ആദിലയും നെവിനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രിയിൽ നെവിൻ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരുന്നു. നെവിൻ്റെ മുടിയൊക്കെ ശൈത്യയും ജിസയിലും കൂടെ വെട്ടിക്കൊടുത്തു. അപ്പോൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ ആദില ആ വഴിക്ക് വരുന്നുണ്ട്. ആദിലയും നൂറയും ഉണ്ട്. നൂറ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ആദില അവിടെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നെവിൻ ജിസേലിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞത് ആദിലേനെ പോലെ മുടി വെട്ടണം എന്നാണ് നെവിൻ പറഞ്ഞത്. അപ്പോൾ ആദില ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആദിലയാണെങ്കിൽ നെവിൻ്റെ മുടിയിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. ആ കൊള്ളാടാ, നല്ല ട്രാൻസ്ഫോർമേഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ലി രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. നെവിൻ ഓൾറെഡി വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ ടാർഗറ്റ് ആദിലയും നൂറയും അനുവൊന്നും അല്ല എന്ന്. പക്ഷേ നെവിൻ പോയ സമയത്ത് ഇവരെന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നില്ലേ? ഗട്ട്സ് ഉണ്ട്, ഇറങ്ങി പോടാ, അത് ഇത് എന്തൊക്കെ കലിപ്പിലാണ് ഇവർ പറഞ്ഞത്. നെവിൻ ഇറങ്ങി പോയി കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ വേണം അവനെന്നൊക്കെ ഉള്ള രീതിയിലാണ് നിന്നത്. പക്ഷേ നെവിൻ കയറി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും തമ്മിലുള്ള പ്രശ്നമെല്ലാം തീർന്നിരിക്കുകയാണ്. രാത്രിയിൽ നെവിൻ്റെ മുടിയിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് അതിൽ, ആ കൊള്ളാട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ മാറിയിരുന്ന് സംസാരിക്കുമ്പം ഉടക്കുള്ള പോലെയും നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ അവരുടെ പെരുമാറ്റം കണ്ടിട്ട് ആദിലയും നെവിനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നൂറ് ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. എന്തായാലും ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.